മലബാർ ടൈൽസ് അല്ലേ? മൂവി ജനുവരി 3-ാം തീയതി റിലീസ്. അതിനെക്കുറിച്ച് വിശേഷങ്ങൾ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ പ്രീത അനിൽ. ഈ പടം റിലേറ്റഡ് ആയിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഡയറക്ടറിൻ്റെ വൈഫും കൂടിയാണ്. ആൻഡ് ഈ മൂവി എന്ന് പറയുന്നത് ആന്തോളജി ഓഫ് 5 ഷോർട്ട്സ് മൂവീസാണ്. ഇതിൽ 5 ഷോർട്ട് മൂവീസാണ്. 5 വ്യത്യസ്തമായ കഥകൾ, 5 ഇമോഷൻസ്, 5 ജോണർ എന്ന് പറയാം. ആൻഡ് മലബാറിലെ 5 വീടുകളിൽ നിന്ന് വരുന്ന 5 കഥകളാണ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായ കഥയും കാര്യങ്ങളായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു ന്യൂ മെത്തേഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയാം. കണ്ടാൽ എല്ലാവർക്കും ഒരു റിയാലിറ്റി ഫീൽ ചെയ്യും. സംതിങ് യു ക്യാൻ കണക്ട് വിത്ത് എല്ലാ മൂവീസിൻ്റെ കൂടെയും. അപ്പോൾ ആ ഒരു രീതിയിലൊരു പുതിയ സംരംഭമായിട്ട് പറയാം. ജനുവരി 3-നാണ് റിലീസ്. ഞാൻ ഇവരുടെ മോളാണ്, ഡയറക്ടേഴ്സിൻ്റെ മോളാണ്. ഞാൻ ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രൊജക്റ്റിൽ ആക്ടിങ് ചെയ്തിട്ടുണ്ട് മെയിൻ റോളിൽ. ആൻഡ് ദ സെയിം തിങ് ഐ ക്യാൻ സേ, ഇതിൽ 5 പടമുണ്ട്. ബ്രേക്കപ്പ്, ചെമ്പ്, പർദ, സതാഭിഷേകം, ദ ബംഗ്ലാവ്. ആൻഡ് 5 ഫാമിലീസിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സിനെ പറ്റിയിട്ടാണ്. ആൻഡ് അത് ഭയങ്കര പേഴ്സണലാണ്. അപ്പോൾ ഓഡിയൻസിന് ഓരോരോ കഥകളായിരിക്കും ഇഷ്ടപ്പെടുക, അവർക്ക് ഭയങ്കര റിലേറ്റ് ആവാൻ പറ്റിയ കഥകളൊക്കെ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയൊരു പടമാണ്. സോ അത് തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഞാൻ സുബിനി. ഞാൻ ഇവരുടെ ഒരു കുടുംബ സുഹൃത്താണ്. അപ്പോൾ ഒരു കുടുംബത്തിലെ അംഗം പോലെ തന്നെയാണ് എനിക്ക് ഇവരോടൊപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സിനിമയാണ്. ഇപ്പോൾ അനുപ്രിയ പറഞ്ഞ പോലെയുള്ള 5 കഥകളിലെ പർദ എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥയിലെ ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് അൻവർ സാദിഖ്. ഈ 5 പടത്തിൽ ഒന്ന് ചെമ്പ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അൻവർ സാദിഖ് ആദ്യമായിട്ടാണോ മൂവിയിൽ? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ 2 പടങ്ങൾ റിലീസ് ആവാനുണ്ട്. എന്താണ് ഇതിലെ കഥാപാത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിൽ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ ഒരു കാരണവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു 3-4 മക്കളിൽ മൂത്ത ആള്. ഇത് കംപ്ലീറ്റ് എല്ലാ ആന്തോളജിയിലെ എല്ലാ എപ്പിസോഡും ഈ പറഞ്ഞ പോലെ ഫാമിലി ഓറിയന്റഡ് മൂവിയാണോ? അതെ. ത്രില്ലർ ഉണ്ടോ ഇതിൽ? ത്രില്ലർ ചെറിയ രീതിയിൽ ഉണ്ട്. ബാക്കിയൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഫാമിലിയിൽ നടക്കുന്ന കഥകളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാത്തിലും അതിലൊരു പാർട്ടിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ. ഒരു പാർട്ടിൽ മെയിൻ ക്യാരക്ടർ. കഥാപാത്രത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചെമ്പിലെ അൻവർ സാദിഖ് എന്ന് പറഞ്ഞ മെഹബൂബ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംതിങ്, ചെറിയൊരു കോൺട്രവേഴ്സിയായി മാറാൻ സാധ്യത ഉണ്ടാവായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിലൊരു മൂവിയിലൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് നമ്മളായിട്ട് കൊടുക്കുന്നതല്ല, ഒരു ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ ജഡ്ജ്. നമ്മൾ ആരും ജസ്റ്റിഫൈ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷെ അതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആയിട്ട് സംഭവം കാണും. ആൻഡ് എല്ലാവരും റോ ടാലൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ആക്ടിങ് കാഴ്ച വെച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയലോഗ്സ് ആയാലും ആക്ടിങ് ആയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പ്രാവശ്യം മോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരുന്നതും ഡയലോഗ്സ് കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് ഇത്ര പ്രാവശ്യം കേട്ടിട്ടും ഒരു മടുപ്പ് തീരെ വന്നിട്ടില്ല. എവറി ടൈം ഐ വോണ്ട് ടു സീ ഇറ്റ്, കാണണം എന്ന് ആഗ്രഹം. അതേപോലെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരിക്കൽ കണ്ടു നോക്കുക വാട്ട് ഇറ്റ് ഹാസ് ടു ഓഫർ. നമ്മളായിട്ടൊരു ചെറിയ ഫാമിലി, ഈ മലബാർ ടേൽസിൽ 5 സ്റ്റോറീസ് ആണെങ്കിലും ഒരു 5 ഫാമിലീസ് ആണെങ്കിലും നമ്മളെ ഫാമിലി അതിലെ 6th ഫാമിലി ആയിട്ട് പറയാം. ആ 6th ഫാമിലിയാണ് ഈ കഥ ഉണ്ടാക്കിയതും പുറത്തേക്ക് കൊണ്ടുവന്നതും. അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഈ മകൾ ആണല്ലോ ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ. പുതിയ ഇതിൽ കോൺട്രവേഴ്സി എന്തായിരിക്കും എന്ന് തോന്നുന്നത്? അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? അങ്ങനായിട്ട് പറയാൻ, കൃത്യമായിട്ട് പറയാൻ എനിക്കിപ്പോൾ ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കണ്ട് നോക്കിയാൽ സംതിങ്, ഒരു സസ്പെൻസ് ത്രില്ലർ എന്ന് പറഞ്ഞു, ഒരു കോമഡി ത്രില്ലറായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു ട്രാജഡി ആയിട്ട്. സം ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈസ് ദർ ഇൻ എവറി ഓഫ് ദ മൂവി. മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണോ അതോ മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പഠിച്ചു വളർന്നുകൊണ്ട് ഇംഗ്ലീഷ് ഇടയ്ക്ക് വന്നു പോകുന്നത് വേറെ കാര്യം. ബട്ട് മലയാളി ഓഡിയൻസിന് വേണ്ടി ചെയ്തത്. നമുക്ക് ഇന്ത്യയിലാണല്ലോ, അപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഈ മൂവി ചെയ്തിരിക്കുന്നത്? അതെ, ഡെഫിനറ്റ്ലി. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡ് അനിൽ കുഞ്ഞപ്പൻ. അതിനു മുമ്പ് വേറെ മൂവികളൊക്കെ ചെയ്തിട്ടുണ്ടോ? അസോസിയേറ്റും അസിസ്റ്റൻ്റായിട്ട് 5-6 മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ചേട്ടായിസ് എന്ന് പറയാം. പക്ഷേ കുറേ ബാക്കിലേക്ക് പോയാൽ കർമ്മ, രജപുത്രൻ, ജാക്ക് പോട്ട്, ആ മൂവീസിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തപ്പോൾ അച്ഛനും അമ്മയാണ് നിൽക്കുന്നത്. അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നു, കഥകളും എല്ലാം ഉണ്ട്. കഥകൾ ശരിക്കും പറഞ്ഞാൽ ആരുടെ ആയിരുന്നു? അച്ഛൻ്റെ തന്നെയാണ്. അച്ഛൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് തൊട്ട് ഞാൻ ഇൻവോൾവ് ആണ് അതിൽ. നമ്മൾ കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്യും, കുറേ ഐഡിയാസിൽ കണ്ടുവയ്ക്കും. അങ്ങനെ പ്രോപ്പർലി കുറേ പ്രാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ സബ്ജക്ട്സ് പിന്നെ നമ്മൾ ഇങ്ങനെ ഡയറക്ഷനിലേക്ക് പോയത്. ആക്ച്വലി ഈ എന്തായിരിക്കും ഇതിൽ
കോൺട്രവേഴ്സി ആയിട്ട് തോന്നാനുള്ള കാരണം? ഇപ്പൊ തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ബട്ട് ദ തിങ് ഇസ് എല്ലാം ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ് സത്യത്തില്. സോ ഇറ്റ് ഇസ് തിങ്സ് ഇതൊക്കെ ഉള്ളതാണ്. അത് പുറത്താർക്കും പറയാനുള്ള ഒരു മടപ്പായിരിക്കും നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതല്ല, അതൊരു ഫാമിലിൻ്റെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഒരു ഫാമിലിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കഥ. ആൻഡ് 5 കഥയിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട് എൻഡിങ്ങിൽ. സോ വിച്ച് ഐ തിങ്ക് ആയിരിക്കും ഓഡിയൻസിന് മോസ്റ്റ് ആയിട്ട് അത് ലൈക്ക് ദിൽ ബി പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതായിരിക്കും അവർക്ക് മോസ്റ്റ് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കാര്യം. അച്ഛൻ്റെ മൂവിയാണ്, അച്ഛനാണ് കഥ എഴുതിയിരിക്കുന്നത്. ന്യൂ ജനറേഷൻ എന്ന നിലയിൽ അച്ഛനോട് ഈ കഥകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെന്താണ് കൂടുതലായിട്ട് പ്രത്യേകത? ഞാൻ അസോസിയേറ്റ് ഡയറക്ടറും കൂടി ആയതുകൊണ്ട് നമ്മൾ ആക്ച്വലി സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൽ തന്നെ അച്ഛൻ്റെ സൈഡിൽ നിന്ന് കുറേ ഉണ്ടാവും, എൻ്റെ സൈഡിൽ നിന്ന് കുറേ വ്യൂസ് ഉണ്ടാവും, കുറേ നമ്മൾ ക്ലാഷ് ഒക്കെ ആവും. പക്ഷെ ഓവറോൾ നമ്മൾ കൊണ്ടുവന്നത് അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. ലൈക്ക് ജസ്റ്റ് മീൻസ് ഓവറോൾ കേരള മെയിൻലി ആൻഡ് ഇന്ത്യയിലും റിലേറ്റ് ആവാം. കേരളയിൽ നടക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ആണ്, സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, നമ്മൾ കേട്ടറിഞ്ഞ കഥകളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നത്. ആൻഡ് ഒരു ന്യൂജൻ വൈബും ഉണ്ട് ഇതിൽ, ആൻഡ് ഒരു ഓൾഡ് ഫാഷൻ നൊസ്റ്റാൾജിക് സെൻറ്റിമെൻ്റൽ വാല്യൂം കൂടി ഉണ്ട്. നമ്മുടെ പ്രൊമോ സോങ് ഇന്നലെ റിലീസായി, അതിൽ ഭയങ്കര ഒരു ന്യൂജൻ വൈബാണ്, പക്ഷേ ലിറിക്സിൽ ഒരു നൊസ്റ്റാൾജിക് സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ട്. അതേപോലെ ഇറ്റ്സ് എ കോമ്പിനേഷൻ, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയാം ഈ ഒരു പ്രൊജക്ട്. ഈ തന്തവേവ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അച്ഛനായിട്ട് വന്നാണ് ഏറ്റവും വലിയ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അതിലൊരു വിഷയങ്ങൾ തന്നിട്ടുണ്ടാവും. മിക്ക എല്ലാ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും ഓൾറെഡി ഇപ്പം 2 പേരാണ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൽ അച്ഛനെ കൺവിൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഐ മീൻ ഓണസ്റ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അച്ഛനും മോളായിട്ടല്ല, നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുമ്പോൾ മൈൻഡ് സെറ്റേ മാറും. നമ്മൾ 2 കോ വർക്കിംഗ് പാർട്ട്നേഴ്സ് പോലെയാണ്. ആൻഡ് അതിൽ തന്നെ അറ്റ് ദ സെയിം ടൈം അച്ഛൻ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാനിപ്പോൾ വരണേ ഉള്ളൂ, 13ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിൽ. സോ കുറേയൊക്കെ മനസ്സിലാക്കി. അവിടെ നിന്ന് തന്നെ തുടങ്ങിയും കൊണ്ട് ആ സമയത്തുള്ള ക്ലാഷ് ഇവിടെ വരെ എത്തിയിട്ട് അത് കുറച്ച് നോർമലൈസ് ആയി. ആൻഡ് എറ്റ് ദി എൻഡ് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ബെസ്റ്റ് ഔട്ട്കമ്മിന് വേണ്ടിയാണ്. നമ്മൾ 2 പേരും ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ കഥയിലും സ്റ്റോറീസിലും ഓഡിയൻസിലും. ഓഡിയൻസ്ക്ക് അത് അത്രയും റിലേറ്റ് ആവാൻ പറ്റണം. സോ അതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ക്ലാഷ് ഉണ്ടാവും, പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് ഔട്ട്കം വിൽ ബി ക്ലാഷൊക്കെ കണ്ടതാണ്, 1.5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അടിപിടിയും തല്ലും ഒക്കെ പോലെ ആവും, പക്ഷെ ഫൈനലി അതിന്റെ ഔട്ട്കം ഇതിന്റെ സബ്ജക്റ്റിന് വേണ്ടി ഗുണമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. ന്യൂ ജെൻ ഓൾഡ് ജെൻ്റെ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ട്, ഓൾഡ് സ്കൂൾ ന്യൂ സ്കൂളിന്റെ ഒരു കോൺഫ്ലിക്ട്സും ഉണ്ട്. പക്ഷെ ഫൈനലി പുറത്തേക്ക് വരുന്നത് ഭയങ്കര പോസിറ്റീവായ ഒരു അപ്രോച്ചാണ്. പണ്ട് ഒരുപാട് മൂവികളിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു, അഭിനയത്തിൽ കുറച്ച് ഡ്രാമ കൂടുതലായിരുന്നു. മകൾ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻസ് വെറുതെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യിച്ചാൽ മാത്രം മതിയാകും. പക്ഷേ ഇപ്പോൾ ആക്ടിങ്ങിലായാലും ഇപ്പോൾ ഡയറക്ഷനിൽ വന്നു കഴിയുമ്പോൾ മകളും അച്ഛനും തമ്മിലുള്ള ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാമോ അമ്മയ്ക്ക്? ഞങ്ങളെ കുത്തി ചോദിക്കാൻ ഡയറക്ഷൻ സൈഡ് ഐ കൻ അഗ്രി. ഐ തിങ്ക് ഡയറക്ഷൻ സൈഡിലായിരിക്കും, ബിക്കോസ് നമ്മൾ ആ സമയത്ത് വി ആർ ഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റോറി, ക്യാരക്ടേഴ്സിൽ, പിന്നെ നമ്മുടെ ഈ കഥയിലുള്ള ഓരോരോ ഇൻട്രിക്കീസീസിലായിരിക്കും. ആക്ടിങ്ങിൽ ഞാനൊരു അച്ഛനെ വിട്ടുകൊടുത്തതാണ്. ഹീൽ ഡയറക്ട് മീ. ഞാൻ സാർ തന്നെയാണ് സെറ്റിൽ വിളിക്കുന്നത്, ഞാൻ ആക്ട് ചെയ്യുന്നത്. പ്രൊഫഷണൽ അപ്രോച്ച് വെച്ചിട്ടാണ് പോയത്. അവള് സാറിനെ വിളിക്കും, ബോസ് ആണെന്ന് പറയാം. അച്ഛനല്ല ആ സമയത്ത്, ബോസ് ആണ്, അവള് സാറിന് വിളിക്കും. അപ്പൊ ആ ഒരു പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫൈനലി ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ രാവിലെ മുഴുവൻ ഉള്ള ഒരു സംഭവം വൈകുന്നേരത്തേക്ക് ഒന്ന് അൺട്രാവൽ ആവും. അപ്പൊ അതൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് എ പ്രോസസ്. രണ്ട് സൈഡും എടുക്കുക, അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അമ്മയ്ക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മോളുടെ എഡിറ്റിംഗ് ആണോ അച്ഛൻ്റെ ഡയറക്ഷൻ ആണോ? ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓവറോൾ എല്ലാം അങ്ങനെ നിങ്ങൾ വ്യത്യാസമായിട്ട് ചെയ്യില്ല. എവറിത്തിങ് വാസ് എൻ എക്സ്പീരിയൻസ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മളൊരു വലിയൊരു ജേണിയാണ് സത്യം പറഞ്ഞാൽ. 2 ഇയേഴ്സിന്റെ ഫാമിലിയുടെ എല്ലാ ആസ്പെക്റ്റും മനസ്സിലായി രീതിയിലും, പിന്നെ കുറേയൊക്കെ പുറത്ത് വന്നു, കുറേയൊക്കെ അടക്കി വെച്ചതുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദെൻ വാട്ട് ഈസ് എ ഫൈനൽ റിസൾട്ട് അത് ഓഡിയൻസിൻ്റെ കൈമലാണ്. അവർ തീരുമാനിക്കട്ടെ ഈ അധ്വാനം എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളത്. ഇതൊരു ട്രൂ സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് തുറന്നു കാണിക്കുമ്പോൾ ഒരുപാട് ആവാം. അത് ഞാൻ പറഞ്ഞ എല്ലാത്തിൻ്റെയും ജഡ്ജ്മെൻറ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്. അതിനെ നമ്മളൊരു സബ്ജക്റ്റോടെ കാണിച്ചു സ്റ്റോറി കാണിച്ചു, അതിൻ്റെ ഫൈനൽ നിങ്ങൾ ഔട്ട്കം എങ്ങനെയാണ് എടുക്കുന്നത്, യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിയും കൂടി അവിടെയുണ്ട്. ഇപ്പോൾ നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും, 5 കഥ കേട്ടിട്ടുണ്ടാവും. ഈ 5 കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഓൾറെഡി നമുക്കൊരു മൈൻഡിലൊരു കാര്യം വരും. അതിനുശേഷം ഇത് ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഇത് പറഞ്ഞ പോലെ തന്നെയാണോ, എന്തെങ്കിലും കൂടുതൽ ബെറ്റർ ആയോ? ബെറ്റർ ആവാണ് ചെയ്തത്. കഥ പറഞ്ഞു വന്ന് അപ്പം ഞാൻ പറയാം, നമ്മളൊരു 1.5-2 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ, ശരിക്കും പറഞ്ഞാൽ ഇത് 25-30 വർഷത്തിൻ്റെ ജേണിയാണ്. ഹസ്ബൻഡിനൊരു മൂവി ഡയറക്റ്റ് ചെയ്യണമെന്ന് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം
എന്തൊക്കെയോ കാരണങ്ങളായിട്ട് കൊറോണ വന്നതിന് ശേഷം എല്ലാം ജസ്റ്റ് ബിറ്റ്വീൻ നടക്കാൻ പോകുന്നു നടന്നില്ല എന്നുള്ള അവരിപ്പോൾ 25-30 ഇയേഴ്സ് സ്ട്രഗിൾ, പക്ഷേ 1.5-2 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെയുണ്ട്. അത് ഇന്ന് സഫലീകരിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടാണ്. മാത്രമല്ല ശരിക്കും അന്ന് പോലോ കോലോ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന നേച്ചർ വന്നിട്ട് അതിനെ സക്സസ്ഫുൾ ആക്കി തരും എന്ന് പറഞ്ഞ പോലെ ഇതിലൊരു കഥാപാത്രം ഒരു സ്റ്റോറിയിൽ യാദൃച്ഛികമായിട്ട് ആ സമയത്ത് വയനാട്ടിലൊരു ലാൻഡ് സ്ലൈഡ് വരുന്നത് ഭയങ്കരമായിട്ട് അത് റിലേറ്റബിൾ ആണ്, കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വിചാരിച്ചിട്ടോ അങ്ങനെ ആയതൊന്നുമല്ല. പക്ഷേ ഈ മൂവിക്ക് ആ ഒരു സംഭവം വയനാട്ടിലെ ലാൻഡ് സ്ലൈഡായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അതെങ്ങനെയാണ് അത് കോറിലേറ്റ് ചെയ്ത് വരുന്നത്, അത് തന്നെത്താനായി വന്നതാണ്. സോ ഇറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ദിസ് തിങ്. നേച്ചർ ഹാസ് ഓൾസോ ഹെൽപ്ഡ് us ഇൻ ബ്രിങ്ങിങ് ഇറ്റ് ഓൾ ടുഗെദർ. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഗോ ടു ദ തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. മൂവി തിയേറ്ററിൽ പോയിട്ട് കാണണം. ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റു ആൾക്കാരോടും കൂടി പറയണം. വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി വിൽ ബി ദ ബിഗ്ഗസ്റ്റ് തിങ് വി ക്യാൻ ബാങ്ക് ഓൺ. വേറെ ഒന്നും ഇല്ല. ഇതിൽ വലിയ ആക്ടേഴ്സും ആരും ഇല്ല. എല്ലാവരും പുതിയ ആൾക്കാരാണ്, റോ ടാലൻ്റാണ്. അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, നന്നായി എല്ലാവരും പെർഫോം ചെയ്തു. അത് നിങ്ങൾ വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ആൻഡ് അപ്രിഷിയേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ആൻഡ് ഐ വുഡ് ഇൻക്ലൂഡ് ദാറ്റ് ഇത് എസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ലൈക്ക് ഈ യങ്സ്റ്റേഴ്സിന് എല്ലാവരും പടം ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് വേണ്ടി നല്ലൊരു പടമായിരിക്കും ഇത്. ബിക്കോസ് നമ്മൾ തന്നെ കുറേ ലിമിറ്റേഷൻസിൽ, വലിയ ആക്ടേഴ്സൊന്നും ഇല്ല, അതല്ലാണ്ട് കുറേ ലിമിറ്റേഷൻസിൽ ഉണ്ടാക്കിയൊരു പടമാണത്. നല്ല പ്രൊഡക്റ്റാണ്. ആസ് എഡിറ്റർ ഐ ക്യാൻ അഷ്യൂർ ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്. സോ എസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് ഇത് കണ്ട അവർക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കുറേ ഉണ്ടാവും ഡെഫിനറ്റ്ലി. നമ്മളൊരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇതിലില്ല, പക്ഷേ പേഴ്സണൽ കോൺഫ്ലിക്ട്സിന് ഭയങ്കര ഒരു നാച്ചുറൽ റോ രീതിയിലാണ് കൊണ്ടുവരുന്നത്. സോ ദാറ്റ്സ് എ സക്സസ്. സെൻസറിങ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് അവരുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് പറ്റില്ല എന്ന് പോസിറ്റീവ്. Everything positive. വിഷ് ഓൾ ദി ബെസ്റ്റ്. Thank you very much. Thank you so much. കുത്തി